രതീഷ് ആദ്യമായിട്ടാണ് പുലിക്കളി അല്ല കേട്ടോ, പുലിക്കളി തന്നെ പറയണം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ പ്രശ്നം ഉണ്ടാക്കും. പുലിക്കളി നേരിട്ട് കാണുന്നത് ഇതാ ആദ്യമായിട്ടാണ്. ഇവിടെ വിയൂർ അതെ യുവജന സംഘത്തിന്റെ ഒപ്പമാണ് ഞാനിവിടെ ഉള്ളത്. ഇവിടെ രാവിലെ മുതൽ നമ്മളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്കൊക്കെ പുലികളൊക്കെ പെയിന്റ് അടിച്ച് കുറെ അങ്ങ് എത്തിയിട്ടുണ്ട്. നേരത്തെ അരുൺ അവിടുന്ന് അളവൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അതിലും വലിയ പുലികളൊക്കെ ഉണ്ട്. എന്ത് പുലിയാ? ഫ്ലൂറസെന്റ് വയലറ്റ് പുലിയാണ് നമ്മൾ കാണുന്നത്. ഇത് കയ്യിൽ മാത്രമാണ് വയലറ്റ് വരുള്ളൂ, കയ്യിലും കാലിലും. പേരെന്താ പുലിന്റെ? വിശക്കുന്നുണ്ടോ പുലി? ഭക്ഷണം കഴിച്ചു. എന്ത് കഴിച്ചു? ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലിയൊക്കെ കഴിച്ച് പുലികളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ക്ഷീണമുണ്ട്. എവിടം വരെ എത്തി? ഒരു കുഞ്ഞു പുലിയുണ്ട്, പെൺകുട്ടി പുലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതാ ഇവിടെ വേറൊരു ചെറിയ പുലിയുണ്ട്, ഉഷാറായിട്ടൊരു പുലിയുണ്ട്. മോന്റെ പേരെന്താ? അഭിജിത്ത്. ആദ്യമായിട്ടാണോ? എത്ര തവണ ഇതിന് മുന്നേ ചെയ്തു? 4-5 തവണ. എത്ര വയസ്സായി? 12. 12 വയസ്സായിട്ടുള്ള അഭിജിത്ത് അല്ലേ? അഭിജിത്ത് 5 തവണ ചെയ്തു. 5ാമത്തെ തവണ ഇത്? 5ാമത്തെ തവണയാണ് അഭിജിത്ത് ചെയ്യുന്നത്. ഏത് ക്ലാസ്സിലാ? 7ലോ? നമുക്ക് 2 ചുവട് വെച്ച് തരാൻ പറ്റുമോ? ആശാനെ 2 ചുവട് വെച്ചാ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്നാ വെച്ചോട്ടെ, ഒന്ന് വെച്ചേ കാട്ടെ. അടിയൊക്കെ വെച്ച് പിടിക്കാം. അപ്പൊ അഭിജിത്ത് പുലി 12 വയസ്സുള്ളൂ, 5 വർഷമായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. ഒരു ഒച്ചയിട്ട് കൊടുക്കേട്ടാ, അത് താളം കൊടുക്ക്. അപ്പൊ പുലി ഇതാ അപ്പൊ മതി. അടിപൊളി. ചേട്ടൻ പേരെന്താ? എന്റെ പേര് സുഷില്. അടിപൊളി കേട്ടോ. അപ്പൊ എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യില്, കുഴപ്പമില്ലല്ലോ. ആശാൻ വഴക്കും അറിയില്ലല്ലോ അല്ലെ? അപ്പൊ അഭിജിത്ത് പുലി ഇവിടുന്ന് പൊരിക്കാണ്. ഇതുപോലത്തെ കുഞ്ഞു പുലികൾ കുറെ ഉണ്ട്. ആബാലവൃദ്ധം ജനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ല രതീഷ്, അതുപോലെയാണ് ഇവിടെ പല പ്രായത്തിലുള്ള പല നിറത്തിലുള്ള പുലികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാ ഞങ്ങളുടെ ഒരു വലിയ പുലി. അരുൺ നേരത്തെ കുറെ അളവ് പറഞ്ഞില്ലേ? വലിയ പുലി പേരെന്താ? അനുഷാൽ. എത്രാമത്തെ തവണയാ? ആദ്യമായിട്ടാണ്. തൃശ്ശൂർ പുലിക്കളിക്ക് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ തവണ ആർക്കൊപ്പാ? കാനാട്ടുകാര. ഇത്തവണ ഇങ്ങോട്ടേക്ക് എത്തുമ്പോ മാറ്റമുണ്ട്. ഇതാരാ ഈ അമ്മു? വൈഫാണ്. കണ്ടോ, വൈഫിന്റെ പേരൊക്കെ നെഞ്ചിലിട്ട് ടാറ്റൊക്കെ അടിച്ച പുലിയാണ്. പുലിക്ക് ആദ്യമേ ഒരു വർണ്ണമൊക്കെ ഉണ്ട്. അപ്പം അമ്മുവിനോടുള്ള സ്നേഹം അല്ലേ? പുലിക്കളിയോട് എത്ര സ്നേഹമുണ്ട്? നല്ല സ്നേഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയൂര് എപ്പോഴും ഇറക്കുമ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും. പക്ഷെ അത് പുലികളായാലും വരയിലാണെങ്കിലും ഇപ്പൊ സനലിന്റെ മെയ്ത് കലാകാരനാണ്. ആളൊരു വെറൈറ്റി ആണ് ഇപ്രാവശ്യത്തെ പുലിക്കളിയുടെ. ഈ കയ്യും പിന്നെ ഡബിൾ ഉഷാറാണ്. പെയിന്റ് മിക്സിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് ഇവിടെ ഞാൻ കണ്ട പുലികളിൽ ഒരു വലിയ പുലി, ഒരു ഓറഞ്ച് പുലി ഇവിടെ ഉണ്ട് കേട്ടോ. പുലിക്ക് അടിച്ചുകൊണ്ടിരിക്കുക. പുലി, ഹലോ പുലി. പുലിക്ക് താടിയൊക്കെ ഉണ്ടല്ലോ. സിംഹമാണോ? പുലിയാണ്. പുലിന്റെ പേരെന്താ? ജിനു. എന്ത് പുലിയാവാൻ പോന്നെ? വരയംപുലി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഒരുപാട് തരത്തിലുള്ള ലിഷോട്ടാ നമ്മൾ ഒരുപാട് തരത്തിലുള്ള പുലികളെ കണ്ടു. പുലിനെ പെയിന്റ് അടിക്കുന്നവരെ കണ്ടു. ഇവിടെ ചെറിയൊരു വേറൊരു കലാകാരനുണ്ട്. നോക്ക്, കുഞ്ഞു കലാകാരൻ. അതെ, നേരത്തെ രാജേട്ടനെ കണ്ടില്ലേ? രാജേട്ടന്റെ കുടുംബക്കാരനെ ആയിരിക്കും. ആണോ? അതെ, ഇതൊക്കെ പാരമ്പര്യമാണ്, ഹെറിഡിറ്ററി ആണ് കേട്ടോ. അവന്റെ പേരെന്താ? ദർശ്. ഏത് ക്ലാസ്സിലാ? ആദ്യമായിട്ടാണോ പെയിന്റ് അടിക്കുന്നേ? 2ാമത്തെ തവണയാണോ? കഴിഞ്ഞ വർഷവും പുലിക്ക് പെയിന്റ് അടിക്കാനുണ്ടായിരുന്നു അല്ലേ? ഇതെന്ത് പുലിയാ? പുള്ളിപ്പുലി. ഇനി ഇത് എത്ര കൊറേ ഇറക്കിയുണ്ടല്ലോ. എപ്പൊ തുടങ്ങിയതാ പുലിക്കളി? കളിക്കണമെന്നുണ്ടോ? ഇതാ മോനെ ഒന്ന് കാണട്ടെ, എല്ലാരും കാണട്ടെ. ഇത് കണ്ടോ, നാളേക്കുള്ള വലിയ ചിത്രകാരനൊക്കെ ആയിരിക്കും കേട്ടോ. ദർശല്ലേ? ദർശാണ് നേരത്തെ നമ്മളെ കുറെ സംസാരിച്ച രാജേട്ടന്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള അവരെ കുടുംബത്തിൽപ്പെട്ടവരെ ഞാൻ ഇവിടെ മൊത്തം. പുലിന്റെ പേരെന്താ? സന്തോഷായിട്ട്. സന്തോഷല്ലേ? സന്തോഷം. ഭക്ഷണം കഴിച്ചോ? കഴിച്ചോ? എല്ലാരും കഴിച്ചിട്ടില്ല. വിശക്കുന്നുണ്ടോ? ഇല്ല.